നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം ഗ്രഹയോഗങ്ങളുടെ നിരൂപണ അധ്യായമാകുന്നു. കല്യാണവർമാവ് തൻ്റെ പ്രിയപ്പെട്ട ഗ്രന്ഥമായ സാരാവലിയിൽ ഗ്രഹയോഗ നിരൂപണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ദ്വിഗ്രഹ, തിഗ്രഹ, ചതുർഗ്രഹ, പഞ്ചഗ്രഹ യോഗങ്ങൾ വരെ ചർച്ച ചെയ്തു. ഇപ്പോൾ ഷഡ്ഗ്രഹ യോഗങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഷഡ്ഗ്രഹ യോഗത്തിൽ ഇപ്പോൾ വരുന്ന ഗ്രഹങ്ങൾ 6 ഗ്രഹങ്ങളുടെ യോഗത്തിനാണ് ഷഡ്ഗ്രഹ യോഗം എന്ന് പറയുന്നത്. അതിൻ്റെ നിരൂപണമാണ് നാം ചെയ്യുന്നത്. ഇവിടെ ഷഡ്ഗ്രഹ യോഗങ്ങളായി വരുന്ന ഗ്രഹങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക. ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശനി ഈ ഗ്രഹങ്ങളാകുന്നു. ഇവിടെ പാപഗ്രഹങ്ങൾ ആദിത്യനും ചൊവ്വയും ശനിയുമാകുന്നു. ശുഭഗ്രഹങ്ങളാകട്ടെ ചന്ദ്രനും ബുധനും വ്യാഴവും. 3 ശുഭഗ്രഹങ്ങളും 3 പാപഗ്രഹങ്ങളും. ഈ യോഗത്തിൽ ജനിക്കുന്ന വ്യക്തിയുടെ സ്വഭാവ വിശേഷതകളാണ് ഇവിടെ സാരാവലികാരൻ കല്യാണവർമാവ് വിശദീകരിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ശ്ലോകം: ദാതാ ചലസ്വഭാവഃ പരകാര്യകരോ വിശുദ്ധ സ്വത്വശ്ച രമതേ നിർജ്ജനദേശേ രവീന്ദു വക്രജ്ഞ ഗുരു രവിജൈഹി. രവി, ഇന്ദു, സൂര്യൻ, ചന്ദ്രൻ, വക്രജ്ഞ, വക്ര എന്നാൽ ചൊവ്വ, പിന്നീട് ജ്ഞഃ എന്നാൽ ബുധൻ, പിന്നെ ഗുരു വ്യാഴം, പിന്നെ രവിജൈഹി രവിപുത്രൻ ശനി. ഈ 3 ശുഭഗ്രഹങ്ങളെയും 3 പാപഗ്രഹങ്ങളെയും യോഗത്താൽ ജനിക്കുന്ന വ്യക്തി ഇപ്രകാരമായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവ വിശേഷമാണ് ഇവിടെ ആചാര്യൻ വർണ്ണിച്ചിരിക്കുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ദാതാ, ഈ വ്യക്തി ദാതാവായിരിക്കും, ദാനശീലനായിരിക്കും. ചലസ്വഭാവ, അത്യന്തം ചഞ്ചലമായ സ്വഭാവം, മനസ്സിൻ്റെ ഉടമസ്ഥനായിരിക്കും അദ്ദേഹം. പിന്നീട് അദ്ദേഹം പരകാര്യകരഃ, അന്യരുടെ കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. പരസ്യ കാര്യം കരോതി ഇതി പരകാര്യകരഃ, അന്യരുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യവും അവർക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുന്ന വ്യക്തിയുമായിരിക്കും. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വഭാവം വിശുദ്ധ സ്വത്വഃ, സ്വത്വമെന്നാൽ സത്വമല്ല, വിശുദ്ധമായ പ്രകൃതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ. വിശുദ്ധം സ്വത്വം യസ്യ സഹ, പരിശുദ്ധമായ മനസ്സോടുകൂടിയ വ്യക്തിയുമായിരിക്കുമെന്ന് സാരം. പിന്നീട് ഇദ്ദേഹം നിർജ്ജനദേശേ രമതി, കൂടുതൽ ആളുള്ള സ്ഥലത്ത് താമസിക്കാൻ താല്പര്യമുണ്ടാവില്ല. നിർജ്ജനങ്ങളില്ലാത്ത, നിർജ്ജനദേശം എന്നാൽ അധികം ജനങ്ങളില്ലാത്ത, ജനങ്ങളുടെ സഹവാസം ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത്, ഏകാന്തതയുള്ള സ്ഥലത്തായിരിക്കും അദ്ദേഹം താമസിക്കുക. പലപ്പോഴും അദ്ദേഹത്തിന് ഈ ശനിയും വ്യാഴവുമൊക്കെ ഉള്ളതുകൊണ്ട് യോഗചിന്തകളൊക്കെ ഉണ്ടാകും. അതിനാൽ പലപ്പോഴും അങ്ങനെയുള്ള ജനബാഹുല്യമുള്ള സ്ഥലത്തെ ഉപേക്ഷിച്ചിട്ട് ജനദൗർലഭ്യമുള്ള സ്ഥലത്ത് കഴിയുവാൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരിക്കുമെന്ന് സാരം. ഇതാണ് ഈ ഷഡ്ഗ്രഹങ്ങളെയും യോഗത്തിൽ വന്നിരിക്കുന്നത്. ഇവിടെ ശുക്രനൊഴിച്ച് ബാക്കി എല്ലാ ഗ്രഹങ്ങളുമാണ് ഇവിടെ ഉള്ളത്. നമസ്തേ.